എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കഥയാണ്, മനസ്സിനെ ടച്ച് ചെയ്തു പോയ ഒരു കഥ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഥകൾ ഉണ്ടാവും, ചില ഓർമ്മകൾ. അപ്പോൾ ആ ഒരു കഥയാണ് ഇന്ന് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് അമ്മമ്മയുടെ വീട്. അപ്പോൾ ആ സമയത്ത് അമ്മമ്മയ്ക്ക് കുറച്ച് വയ്യായിരുന്നു. അപ്പോൾ അമ്മ എല്ലാ ദിവസവും അമ്മമ്മയുടെ അടുത്ത് പോകും. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കാരണം ഞാനും അമ്മയുടെ കൂടെ പോവാറുണ്ട്. അപ്പൊ അമ്മമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നാണ് പോവുക. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കയറ്റുണ്ട്. ആ കയറ്റം കഴിഞ്ഞിട്ടാണ് അമ്മമ്മയുടെ വീട്. അപ്പോൾ ഏകദേശം ആ കയറ്റം എത്തിയാല് ഞാൻ അമ്മയോട് പറയാറുണ്ട്, അമ്മ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന്. അമ്മ ശരിയെന്ന് പറയും. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാനൊരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു. അതായത് ഒരു കുട്ടി, ഒരു 8-9 വയസ്സ് കാണും. ആ കുട്ടി ഒരു പട്ടിക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്നത് കാണാൻ. അപ്പൊ ഞാനും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരുടെ ആ കളി നല്ല രസമുണ്ടായിരുന്നു, അത്രയ്ക്ക് രസമായിരുന്നു അവർ രണ്ടുപേരും കളിക്കുന്നത്. അവന്റെ കയ്യില് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ബിസ്ക്കറ്റ് ആ പട്ടിക്കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസവും ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതേപോലെ അവർ രണ്ടുപേരും കളിക്കുകയാണ്. അങ്ങനെ ഇതൊരു സ്ഥിരം കാഴ്ചയായി. അപ്പൊ അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കയറ്റം എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്നു. ആ കുട്ടി എവിടെയും നോക്കുമ്പോ കുറച്ച് അകലെയായിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്ഥിരം അവൻ ഉള്ള സ്ഥലത്തല്ലല്ലോ അവൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് നടന്ന് അവൻ്റെ അടുത്ത് പോയി. നോക്കുമ്പോ അവൻ കരയുകയാണ്. അവൻ ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ വേഗം ചോദിച്ചു, എന്താ കുട്ടി, എന്തിനാ കരയുന്നത് ചോദിച്ചു. അപ്പൊ അവൻ കുറച്ചപ്പുറത്ത് ഒരു മരത്തിന്റെ അടിയിൽ ഒരു ചാക്ക് വിരിച്ചിട്ട് അവിടെ ആ പട്ടിക്കുട്ടീനെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്കൊരു സങ്കടമായി. എന്ത് പറ്റി, ഇവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്താന്ന് അറിയണില്ല, 2 ദിവസമായിട്ട് ഇവളൊന്നും കഴിക്കുന്നില്ല, എനിക്കെന്തോ പേടിയാവുന്നു, ആസ്പത്രിയിലേക്ക് വേഗം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവരൊരു കരച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ കുട്ടി, അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി, വീട്ടിലത്തെ പട്ടിയല്ലേ, ഉറപ്പായിട്ട് കൊണ്ടുപോകും, അച്ഛൻ കൊണ്ടുപോകും, അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല മാമി, ഇത് എൻ്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയല്ല, ഇത് ഞങ്ങളുടെ വീടിനടുത്ത് ആദ്യം താമസിച്ചിരുന്നവര് അവര് വളർത്തിയ പട്ടിക്കുട്ടിയാണ്. അവര് ഈ വീട് വിട്ടു പോകുന്ന സമയത്ത് ഇതിനെവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ ഇവരെ ആരും ഇല്ലാതായി ഇവൾക്ക്. പിന്നെ ഞങ്ങളിവിടെ കുട്ടികളൊക്കെ കൂടിയാണ് അതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇവളെപ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കും മാമി. ഇവൾക്ക് ആരും ഇല്ല, അപ്പൊ ഞങ്ങളാണ് ഉള്ളത് അവൾക്ക്. ആദ്യത്തെ കുറച്ച് ദിവസം അവളിങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര് പോയത്. പക്ഷെ ഞങ്ങൾ കൂടെ ഉള്ളപ്പോ, ഞങ്ങൾ കൂടെ കളിച്ചപ്പോ അവള് ഞങ്ങളുടെ കൂട്ടുകാരിയായി മാറി. ഇപ്പൊ അവൾക്ക് ഞങ്ങളില്ലാതെ പറ്റില്ല, ഞങ്ങൾക്കും അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ആകെ ഒരു വിഷമമായിപ്പോയി, സങ്കടമായിപ്പോയി. അമ്മ ഉണ്ടായിരുന്നു കൂടെ. മാത്രമല്ല അവൻ പറഞ്ഞു, അച്ഛൻ ആസ്പത്രിക്കൊന്നും കൊണ്ടുപോകാൻ ഇഷ്ടമല്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവൻ എന്നോട് വിഷമിച്ചു. ഞാൻ വേഗം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ കൊണ്ടുപോകാം ആസ്പത്രിയിൽ കേട്ടോ, നീ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഈ പട്ടിക്കുട്ടിയെ എടുത്തിട്ട് ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് ഈ ഓട്ടോയിൽ വെച്ചിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് വളരെ ക്ഷീണിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ, എന്തോ അവന് വയ്യ, ആ പട്ടിക്കുട്ടിക്ക് എന്തോ വയ്യ. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണം ആകെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു, കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തടവിൽ നിർത്തിയപ്പോൾ ആ പട്ടിക്കുട്ടി ഇങ്ങനെ കൈ പൊന്തിക്കുക, തടവൂന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിക്കുക. അപ്പൊ അതിനെന്തൊരു ആശ്വാസമാണ് നമ്മൾ തടവുമ്പോൾ. കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കാരണം ആ പട്ടിക്കുട്ടി രക്ഷപ്പെട്ടു, നല്ല ചികിത്സയും കിട്ടി. പിന്നീട് വീണ്ടും അവള് വളരെ ഉഷാറായിട്ട് അവളുടെ കൂട്ടുകാരന്മാരുടെ കൂടെ അങ്ങനെ നല്ല കളിയായി ആ കുട്ടികളുടെ കൂടെ. എന്ത് സന്തോഷമാണ് ആ കുട്ടിക്ക് ഇവളെ വീണ്ടും തിരിച്ചു കിട്ടിയതിൽ. പിന്നീട് ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പാർലേജി കരുതാറുണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ. അപ്പൊ അവൻ ആ പട്ടിക്കുട്ടിക്ക് കൊടുക്കണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൂരെ നിന്ന് തന്നെ എന്നെ അമ്മയും കാണുമ്പോൾ ഈ പട്ടിക്കുട്ടി ഓടി വരും ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിട്ട്. അവരുടെ ഒരു സ്നേഹപ്രകടനം കാണേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ആ കുട്ടിക്കും അത്രയും സ്നേഹം, അത്രയും ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം. അവരുടെ ഒരു സങ്കടമായിരുന്ന കാര്യം അത് സന്തോഷമായി മാറിയതിന്റെ ആ ഒരു സ്നേഹം അവനും എന്നെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയുടെ സങ്കടവും വേദനയും കണ്ട് കൂടെ നിന്ന ആ ഒരു കുട്ടി, അവന്റെ ആ ഒരു കമ്പാഷൻ, അത് എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു.
മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ കൈൻഡ്നസ് ഈസ് ദ ലാംഗ്വേജ് വിച്ച് ദ ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ സീ. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും സാധിക്കുന്ന ഭാഷയാണ് ദയ. എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ കരം പോലെ ആ കുട്ടി, അതായത് ആ പട്ടിക്കുട്ടിക്ക് സഹായമായിട്ട് രക്ഷകനായി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും എത്രയോ പേര് സഹായമായിട്ട് വന്നിട്ടുണ്ടാവും. ഒരാളായിട്ട്, ഒരു വാക്കുകളായിട്ട്, ഒരു ചിരിയായിട്ട്. ചിലർ നമ്മൾ അറിയുന്നവരായിരിക്കാം, ചിലർ നമ്മൾ അറിയാത്തവരായിരിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ പോലെ, ദൈവത്തിന്റെ സ്പർശം പോലെ നമ്മൾക്കും കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് ആശ്വാസം. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്ഥിതി, ഈ പൊസിഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ കമ്പാഷൻ, ദയയും ഉണ്ടായിട്ടായിരിക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവുക, അല്ലേ? എത്രയോ കമ്പാഷൻ, എത്രയോ സ്നേഹം, എത്രയോ നല്ല വാക്കുകൾ, നല്ല ചിരികൾ, അങ്ങനെ ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളെ എല്ലാ ദിവസവും നമ്മൾ ഓർത്തെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ലേ?